കഴിഞ്ഞ 10 വർഷക്കാലമായി മോദി ഭരണത്തിൽ രാജ്യം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. 2014-ൽ തൊഴിലില്ലായ്മ നിരക്ക് 5.44%. എന്നാൽ 2024-ൽ 9.2% ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. വരുന്ന ബജറ്റിലെങ്കിലും തൊഴിലില്ലായ്മ മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽ തന്നെ എല്ലാ ബജറ്റിലും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. എന്നാൽ അവയെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാത്രം നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 20 കോടി തൊഴിലവസരമുണ്ടാക്കുമെന്ന മോദിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും വാഗ്ദാനമായി മാറിയെന്ന് തെളിയിക്കുന്നതാണ് രാജ്യത്ത് കുത്തനെയുയർന്ന തൊഴിലില്ലായ്മ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ഇന്റർനാഷണൽ ലേബർ അസോസിയേഷനും സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തൊഴിലില്ലായ്മ നിരക്ക് അതിരൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. മോദി സർക്കാർ അധികാരത്തിലേറിയ 2014-ൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.44% 2024 ജൂണിൽ 9.2% ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നത്. മെയ് മാസത്തിൽ 7% ഒരു മാസം കൊണ്ടാണ് കുത്തനെ ഉയർന്നത്. തൊഴിൽ രഹിതരായ ഇന്ത്യക്കാരിൽ 83% യുവാക്കളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് ജൂൺ മാസത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 18% ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ കണക്കുകൾ 15.1%. മോദി സർക്കാരിന്റെ കാലത്ത് അസംഘടിത മേഖല പൂർണ്ണമായും തകർന്നു. 2015 മുതൽ 2023 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 16 ലക്ഷം പേർക്കാണ് അസംഘടിത മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടമായത്. ഗ്രാമീണ മേഖലകളിലെ തൊഴിലില്ലായ്മ നിരക്ക് രൂക്ഷമായി തുടരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2024 മെയ് മാസത്തിൽ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ 6.3% ജൂണിൽ 9.3% വർദ്ധിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം ഒഴിഞ്ഞുകിടക്കുന്നത് 30 ലക്ഷം തസ്തികകൾ. ഏറ്റവും അധികം ജോലി നൽകുന്ന റെയിൽവേയിലും നിയമനമില്ല. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലും വാഗ്ദാന പെരുമഴ തന്നെയായിരിക്കും മോദി ഗ്യാരണ്ടി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്, ദില്ലി.